ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിസാന്റെ മാഗ്നൈറ്റ് എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ വർക്കാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റ് കവർ, അതേപോലെ തന്നെ നമ്മളതിലേക്ക് വിനൈൽ മാറ്റ്, പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ഹെഡ്ലൈറ്റ് ബൾബ് നമ്മൾ മാറ്റിയിട്ട് ഷാർപ്പിൻ്റെ LED ബൾബാണ് നമ്മൾ ഇടുന്നത്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കവർ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ചെയ്യാനത് വിൻഡോ ഗാർണിഷ് ലോവർ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയം. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത് കേട്ടോ. നിസാന്റെ മാഗ്നൈറ്റ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. ഇതിലേക്ക് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫോഗ് ലാമ്പ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് വിൻഡോ ഗാർണിഷ് ലോവർ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ ഭാഗത്താണ് വരുന്നത്. നമുക്ക് 3 പീസ് വരുന്നുണ്ട്. 2 ഡോർ മെഴിക്കും, അതേപോലെ തന്നെ അതിൻ്റെ ക്വാർട്ടർ ഗ്ലാസ് മെഴിക്കും. അങ്ങനെ 3 പീസ് ഒരു സൈഡിലേക്ക് വരും. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കവർ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്ലാക്ക് പ്രിൻറ്റിങ്, ബ്ലാക്കുമ്പോൾ ചെറിയൊരു ഡിസൈനുള്ള സെൽഫ് ഡിസൈനുള്ളൊരു സ്റ്റിയറിംഗ് കവർ. അതേപോലെ തന്നെ അടിയിൽ വിനൈൽ മാറ്റ് നമ്മൾ ബ്ലാക്ക് കളറിലൊരു വിനൈൽ മാറ്റാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് കവർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെൽഫ് ഡിസൈനും കൂടിയും അതുമ്പോൾ വരുന്നുണ്ട്. ഇത് ലെതറിൻ്റെ വരുന്നതാണ് കണ്ടോ, ഇങ്ങനെ ഒരു ഡിസൈനും കൂടി ആകുമ്പോൾ വരുന്നുണ്ട്. അതേപോലെ സീറ്റിൻ്റെ വർക്കൗട്ട് തുടങ്ങിയിട്ട് സീറ്റ് നമ്മൾ ചെയ്യുന്ന ഫുൾ ബ്ലാക്കിൽ റെഡ് നൂലുകൊണ്ട് ഡയമണ്ട് കട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു സീറ്റ് കവറാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് ഫോം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് കവർ തന്നെയാണ് ചെയ്യുന്നത്. ശരിക്കും ഒരു സ്പോർട്ടി ലുക്ക് വരാവുന്ന രീതിയിലാണ് നമ്മുടെ ഡയമണ്ട് കട്ട് റെഡ് നൂല് കൊടുത്തിരിക്കുന്നത്. കുറേ വണ്ടികൾക്ക് നമ്മുടെ ഡയമണ്ട് കട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതുപോലെ റെഡ് നൂലിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റെഡ് നൂല് ഡബിൾ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് വരുമ്പോൾ കാണാനും നല്ല ഷോയാണ്. മറ്റേ സിംഗിൾ സ്റ്റിച്ച് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കില്ല. അതിൻ്റെ പ്രത്യേകത ഫുൾ ബ്ലാക്കാണ്. കമ്പനി വരുന്നതിൽ ബ്ലാക്കും സൈഡിലൊരു ആഷ് കളറിലൊരു ലൈനും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഫുൾ ബ്ലാക്കാണ്. ഫുൾ ബ്ലാക്കിൽ ഡയമണ്ട് കട്ട് ഡിസൈനും അതിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നൂല് റെഡ് കളറാണ്. അതും ഡബിൾ സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊണ്ട് വരുമ്പോൾ നല്ല ഷോ ആയിട്ട് നല്ല ഷോ തന്നെയാണ് കാണാനായിട്ട്. അപ്പോൾ എല്ലാ വണ്ടികളിലും സീറ്റ് കവർ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഡബിൾ സ്റ്റിച്ചിങ് ഉള്ള ഡയമണ്ട് കട്ട്. അത് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ ഞാൻ ഒന്നുകൂടെ അടുത്തെടുത്ത് ശരിക്കും കറക്റ്റായിട്ട് ഒന്ന് കാണിച്ചു തരാം. അതേപോലെ തന്നെ വിനൈൽ മാറ്റ് നമ്മൾ ചെയ്യുന്നത് ബ്ലാക്ക് തന്നെയാണ്. കട്ടിയുള്ള ബ്ലാക്ക് വിനൈൽ മാറ്റ് റെസ്പോൺസീവ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മാറ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ഫുൾ സീറ്റുകൾ ഊരിയാണെന്ന്, ബാക്കിലെ സീറ്റ് ഊരി, ഫ്രണ്ടിലെ 2 സീറ്റ് ഊരി, അതേപോലെ തന്നെ ഹെഡ് റെസ്റ്റും അവിടെ ഊരിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു സീറ്റിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കാണാം. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക്. നമുക്കറിയാം സ്റ്റിച്ച് ചെയ്താണ്, നൂല് സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നല്ല ഷോ ആയിട്ടുണ്ട്. ഇത് 1 ഇഞ്ച് ഫോം വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ടൈറ്റ് ഫിറ്റ് ആയിട്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റി. അതേപോലെ അടിയിൽ വിനൈൽ മാറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. വിനൈൽ മാറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ അടിഭാഗം വരെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. അത് ഫുള്ള് ക്ലീൻ ചെയ്ത് അതിലൊരു 5D മാറ്റ് കിടക്കണം, മാറ്റിയിട്ടാണ് ചെയ്യുക. അതേപോലെ സ്റ്റിയറിംഗ് കവർ നമ്മൾ നല്ലൊരു സ്റ്റിയറിംഗ് കവർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ബ്ലാക്കിൽ സെൽഫ് ഡിസൈനുള്ളൊരു ലെതറിൻ്റെ സ്റ്റിയറിംഗ് കവറും കൂടി നമ്മൾ ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞുള്ള ഒരു ഫോഗ് ലാമ്പ്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫോഗ് ലാമ്പ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് അടിയിൽ വിനൈൽ മാറ്റ് ഏതാണ്ട് വിരിച്ച് പകുതിയായിട്ടുണ്ട്, ഏതാണ്ട് പകുതിയോളം ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ റെസ്പോൺസീവ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മാറ്റാണ് കേട്ടോ നമ്മൾ ഇതിനുവേണ്ടി യൂസ് ചെയ്യണത്. ആ മാറ്റിൻ്റെ പ്രത്യേകത, മാറ്റിന് റേറ്റും കൂടുതലാണ്, അത് മാത്രമല്ല നല്ല കട്ടിയുള്ളൊരു മാറ്റാണ്. അതേപോലെ നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഫോഗ് ലാമ്പ് ഇതാണ് നമുക്ക് നിസാന്റെ മാഗ്നൈറ്റ് എന്ന് പറഞ്ഞ വണ്ടിയിലേക്ക് വരുന്ന ഫോഗ് ലാമ്പ്. ഇതാണ്, ഇത് LED ഫോഗ് ലാമ്പാണ് കേട്ടോ. കറക്റ്റ് കമ്പനി വരുന്ന OE ഫിറ്റിംഗ് ആയിട്ടുള്ളൊരു ഫോഗ് ലാമ്പ്. ഇതിൽ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ നമുക്ക് വരുന്നില്ല. ഇത് നമുക്ക് ശരിക്കും പാർക്കിൽ നിന്ന് വേണമെങ്കിൽ പാർക്കിൽ നിന്ന് തന്നെ കണക്ഷൻ കൊടുക്കാം. LED ലാമ്പ് ആയതുകൊണ്ട് എന്നുവെച്ചാൽ കൂടുതൽ ആംബിയർ വരുന്നില്ല. ഒരു നോർമലായിട്ടുള്ളൊരു ഫോഗ് ലാമ്പാണിത്. അപ്പോൾ സ്റ്റിയറിംഗ് മറ്റേ പാർക്ക് ബൾബ് ഓൺ ആക്കുമ്പോൾ തന്നെ അത് കത്തും. അപ്പോൾ LED ആണ് കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ നമുക്ക് അതിൻ്റെ ഫിറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റെ വർക്കുകളൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ അതേ ഫോഗ് ലാമ്പിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു. കറക്റ്റ് അടിഭാഗത്താണ്, ബമ്പറിൻ്റെ ഏറ്റവും അടിയിലാണ് അതിൻ്റെ ഫോഗ് ലാമ്പ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫോഗ് ലാമ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്കൊന്ന് ഓൺ ചെയ്തൊന്ന് കാണാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫിറ്റിങ്സിന് വയർ കട്ടിങ് യാതൊരു പ്രശ്നങ്ങളും നമുക്കിതിൽ വരുന്നില്ല. വയർ കട്ടിങ് ഒരു കാരണവശാലും വയർ കട്ടിങ് വരുന്നില്ല. 2 സൈഡിലും ഫോഗ് ലാമ്പ് കറക്റ്റായിട്ട് അതിൻ്റെ ഫിറ്റിങ്സ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊന്ന് വർക്ക് ചെയ്ത് കാണാം. ഇത് കറക്റ്റായിട്ട് ഫോഗ് ലാമ്പ് ഓണാക്കി. ഫോഗ് ലാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിയിലായതുകൊണ്ട് ശരിക്കും റോഡിൻ്റെ
താഴെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ പകലായതുകൊണ്ട് നമുക്കത് അറിയണില്ല എന്ന് മാത്രം ലൈറ്റ്. എന്നാലും നല്ല ലൈറ്റുള്ളൊരു LED ഫോഗ് ലാമ്പാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വേറെ പ്രത്യേകത മറ്റുള്ളവർക്ക് അകലെന്ന് പറഞ്ഞ വണ്ടിക്കാർക്ക് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാർക്ക് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും വരുന്നില്ല. എന്താ കാരണം വെച്ചാൽ നമ്മുടെ ഈ ഫോഗ് ലാമ്പ് ഏറ്റവും അടിയിലാണ് വരുന്നത്. അതുകൊണ്ട് അകലെന്ന് വരുന്ന വണ്ടിക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യില്ല. ഇനി നമുക്ക് ഉള്ളിലെ സീറ്റ് കവറും കൂടി നമുക്കൊന്ന് ഓടിച്ചൊന്ന് കാണാം. സീറ്റിൻ്റെ കവർ ഞാൻ അവിടെ ഫിറ്റ് ചെയ്ത് പറഞ്ഞാൽ കാണിച്ചിരുന്നു. ഇപ്പോൾ അത് ഫുൾ വർക്ക് കഴിഞ്ഞു. ഇതിപ്പോൾ അതേപോലെ തന്നെ വിൻഡോ ഗാർണിഷ് ലോവറും അവിടെ ഒട്ടിച്ച് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സീറ്റ് വരുന്നത്. സീറ്റിൻ്റെ ഫുൾ ഫിറ്റിങ്സ് കഴിഞ്ഞു. അത് കണ്ട നല്ല ബ്ലാക്ക് റെഡ് നൂലിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തു. അതേപോലെ സ്റ്റിയറിംഗ് കവർ, അതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആംറസ്റ്റ് ഞാൻ കാണിച്ചിരുന്നു. അതാണ് ഫ്രണ്ടിലൊരു ആംറസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് വൈറ്റ് നൂല് അത് നമുക്ക് റെഡിമെയ്ഡ് വരുന്നതാണ്. അതുകൊണ്ടാണ് ആ നൂല് അയിമ വന്നിട്ടുള്ളത്. അതേപോലെ വിൻഡോ ഗാർണിഷ് ലോവറും നമ്മളതിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ആംറസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കറക്റ്റ് ബാക്കൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ നിൽക്കും. അത് ഇതിന് വേണ്ടി വരുന്ന ആംറസ്റ്റാണ് കേട്ടോ. ഈ വണ്ടിക്ക് വേണ്ടി ഈ മാഗ്നൈറ്റ് എന്ന് പറഞ്ഞ വണ്ടിക്ക് വരുന്ന ആംറസ്റ്റ് വേറെ വണ്ടിക്ക് പറ്റില്ല. എന്നുവെച്ചാൽ സീറ്റിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കൂടുതലായതുകൊണ്ട് നല്ല വീതിയുള്ളൊരു ആംറസ്റ്റാണ് നമ്മളതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഫുൾ വർക്ക് കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ടൊരു സീറ്റ് കവർ, അതേപോലെ തന്നെ ഫോഗ് ലാമ്പ്, വിനയൽ മാറ്റ് എല്ലാ വർക്കും നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.